വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മാഷെ, അറിഞ്ഞോ ഇവളുടെ ഉമ്മ പ്രഗ്നന്റ് ആണെന്ന്? കോളേജിന്റെ മേലെ നിന്നും താഴേക്കൊരു മാഷ് മറ്റൊരു മാഷിനോട് വിളിച്ചു പറയുന്നത് കേട്ട് ഫ്രണ്ട്സ് മൊത്തം എന്നെ നോക്കി ചിരിച്ചു. അല്ലെങ്കിലും ഈ വയസ്സം കാലത്ത് ഇതെന്തിന്റെ കേടാ അന്റെ പേരൻസിന്? അന്റെ താത്തായ്ക്ക് കുട്ടികളായില്ലേ എന്നിട്ടാണോ? അയ്യേ, ഫ്രണ്ട്സ് കളിയാക്കി പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആകെ നാണക്കേടായെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെന്റെ അറിവില്ലായ്മ. ഒരു കള്ളച്ചിരിയോടെ ഉമ്മാനെ നല്ലോണം നോക്കണേട്ടാ, ഉപ്പ ഗൾഫിൽ പോകുന്ന തൊട്ടുമുന്നേ എന്നെ അരികിൽ വിളിച്ചു പറഞ്ഞു. ഓ, ഇത് ഉപ്പാന്റെ സ്ഥിരം പരിപാടിയാ. ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നും പറയും ഉമ്മാനെ നോക്കണം, ഉമ്മ പറയുന്നതൊക്കെ അനുസരിക്കണമെന്നൊക്കെ. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ കാര്യമായി എടുത്തില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ ഭക്ഷണം പറ്റായുകയും ഇടയ്ക്കിടയ്ക്കുള്ള ക്ഷീണവും ശ്രദ്ധിച്ചു. എന്തോ പന്തികേട് അപ്പോഴേ തോന്നി. എന്നെയും കൂടെ കൂട്ടി ആദ്യമായി ചെക്കപ്പിന് പോയി. ഉമ്മ പ്രഗ്നന്റ് ആട്ടോ, അതുകൊണ്ട് ഉമ്മാനെ നല്ലോണം നോക്കണം. കാര്യങ്ങളൊക്കെ കുറിച്ച് ബുദ്ധിമുട്ടാണ്, സിസേറിയൻ വേണ്ടിവരും. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇടത്തെ അറ്റത്തും താഴെയുമായി 2 മുഴകൾ കാണുന്നുണ്ട്. പിന്നെ ഉമ്മാക്ക് 40 പ്രായവും. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഉമ്മാനെ നല്ലോണം ശ്രദ്ധിക്കണം. റെസ്റ്റ് അത്യാവശ്യമാണ്. ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. ഡോക്ടർ നിസ്സാരമായി പറഞ്ഞു തീർത്ത കാര്യങ്ങൾ കേട്ട് തരിച്ചിരുന്നു പോയി ഞാൻ. ഉമ്മയായിരുന്നു എല്ലാ കാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു തുടങ്ങണം. വീട്ടുജോലി, അനിയത്തിയെ സ്കൂളിൽ വിടുക, സാധനം വാങ്ങിക്കുക, കോളേജിൽ പോകുന്നതിന്റെ മുന്നേ ഉമ്മയ്ക്കുള്ള ഭക്ഷണം, അങ്ങനെ കുറെ ചോദ്യചിഹ്നങ്ങളായിരുന്നു മനസ്സിൽ. എന്നെക്കൊണ്ട് എങ്ങനെ ഇതെല്ലാം? ആദ്യം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നുവെങ്കിലും പതുക്കെ പതുക്കെ എല്ലാം കൈകാര്യം ചെയ്തു തുടങ്ങി. എന്നാലും ശരിക്കും പഠിച്ചു ഞാൻ ഉമ്മയുടെ ജോലിഭാരം എത്രത്തോളമായിരുന്നുവെന്ന്. നിങ്ങൾക്കിവിടെ എന്തു പണിയാ ഉള്ളതെന്ന് ഞാൻ ഉമ്മയോട് ചോദിച്ചിരുന്നു. ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന താത്താനോട് പറയും, എന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താതെ നിനക്കൊന്ന് ഇങ്ങോട്ട് വന്നൂടെ എന്ന്. അത് കേൾക്കുമ്പോൾ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു കാണും. ഞങ്ങൾ 3 പെൺകുട്ടികളാം. ഉപ്പ ഗൾഫിലും. അതുകൊണ്ട് വീട്ടിലെ മൊത്ത കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഉമ്മയായിരുന്നു. ഞാൻ വെക്കുന്ന ചോറും കറിയും കഴിച്ച ഉടനെ ഛർദ്ദിക്കുന്ന ഉമ്മാനോട് എനിക്ക് പലപ്പോഴും നീരസം തോന്നിയിട്ടുണ്ട്. സന്തോഷത്തോടെ എന്തെങ്കിലും ഉണ്ടാക്കി മുന്നിൽ വെച്ചാൽ നീ ഇത് എടുത്തോണ്ട് പോയേ, ഇതിന്റെ വാസന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാ ഗർഭിണികൾക്കും ഉണ്ടാവുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് അന്ന് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉമ്മാനോട് വലിയ ദേഷ്യം കാണിക്കും. 9 മാസത്തോളം അനങ്ങാതെ കിടത്തി പരിചരിച്ചെങ്കിലും ഉമ്മാന്റെ കുറ്റപ്പെടുത്തലുകളിൽ എനിക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു. പ്രസവത്തോടടുത്ത് ഉപ്പ വന്നപ്പോൾ എന്റെ പരാതിപ്പെട്ട് ഞാൻ തുറന്നു. ഗർഭിണികൾക്ക് ഇച്ചിരി ദേഷ്യവും പറ്റായികയും ഒക്കെ കാണുമെന്ന് ഉപ്പ പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. പ്രസവ വാർഡിലേക്ക് ഉമ്മാനെ കയറ്റിയപ്പോൾ ഉപ്പ പറഞ്ഞു, ഓൾക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ടിവരില്ല ഡോക്ടറെ, ആദ്യം നിങ്ങളൊന്ന് നോക്ക്, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാം. അതിനൊരു മിറാക്കിൾ സംഭവിക്കണം കാക്കാം. കാരണം നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ കുട്ടി മാത്രമല്ല 2 മുഴകൾ കൂടിയുണ്ട്. ഡോക്ടർ അതും പറഞ്ഞ് പ്രസവ വാർഡിലേക്ക് പോയി. സുലേഖയോടൊപ്പമുള്ള സ്ത്രീകൾ ആരെങ്കിലുമുണ്ടോ അകത്തുനിന്ന് ചോദിക്കുന്നത് കേട്ടു. അർദ്ധരാത്രിയായോണ്ട് കൂടെ നിന്ന അമ്മായിയും മൂത്തമ്മയും ഉറങ്ങാൻ പോയിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ പ്രസവ വാർഡിലേക്ക് കയറി. കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയും കർത്താവിനെയും അല്ലാഹുവിനെയും ഉറക്കെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു ഓരോ കർട്ടന്റെ അകത്ത് നിന്നും. ഈ നിലവിളി കേട്ട് തലകറങ്ങുന്ന പോലെ തോന്നിപ്പോയി. ഞാൻ പതുക്കെ ഉമ്മയുടെ അടുത്ത് ചെന്നു. എന്തിനാ ഉമ്മ ഇങ്ങളെ വിളിച്ച്? എനിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട്, ഞാൻ മരിക്കൂ. ആവോ എന്റെ മോളെ ഇജ്ജ് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുലൈഖ, മോളെ കണ്ടില്ലേ, സമാധാനമായില്ലേ? ഇനി മോള് പൊക്കൂ, ഡോക്ടർ പറഞ്ഞു. ഉമ്മാന്റെ നിറഞ്ഞ കണ്ണുകൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അപ്പോഴാ ഉമ്മയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചത്. വല്ലാതെ വേദനിക്കുന്നുണ്ട് അവർക്ക്. അവരുടെ കഴുത്തിലെ ഞരമ്പുകൾ കരയുമ്പോൾ പൊങ്ങി വന്നു. കൈകൾ ഞെരിക്കുന്നു, പല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നു. ആ സ്ത്രീ മരിക്കാൻ പോവുകയാണെന്ന് തോന്നിപ്പോയി എനിക്ക്. എന്റെ ദേവിയെന്ന് വിളിച്ച് അലറി കരയുകയാണ് അവർ. ഡോക്ടർ നന്നായി പുഷ് ചെയ്യ് കുട്ടിയെന്ന് അവരോട് പറയുന്നത് കേട്ടു. അതിനിടയ്ക്ക് രക്തത്തിൽ കുളിച്ച ഒരു കുഞ്ഞിനെ ഞാൻ നോക്കി നിൽക്കവേ അവർ ജന്മം നൽകി. ആദ്യമായിട്ടാണ് പ്രസവം നേരിട്ട് കണ്ടത്. ഞാൻ വല്ലാണ്ട് ഭയന്നു പോയി. ഞാൻ അന്താളിച്ചു നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർ എന്നെ അവിടെ നിന്നും പുറത്തു കൊണ്ടുപോകാൻ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു. ഞാനാകെ മരവിച്ചിരുന്നു. അല്ലാഹു ഇത്രയും പ്രയാസപ്പെട്ടാണോ എന്റെ ഉമ്മ പ്രസവിച്ച്? ഞാൻ എന്തു ചെയ്തു കൊടുത്താലും അത് അധികമാകില്ലെന്നും ഉമ്മ എന്തു പറഞ്ഞാലും സഹിക്കുന്നതും പൊറുക്കുന്നതുമൊക്കെ എന്നെ പഠിപ്പിക്കാൻ അല്ലാഹു നേരിട്ട് കാണിച്ചു തന്ന നിമിഷങ്ങളായിരുന്നു തോന്നി. ഉമ്മ പ്രസവിച്ചുട്ടോ, ആൺകുട്ടിയാ. നിന്നെയാ ഉമ്മ പ്രസവം കഴിഞ്ഞ ഉടനെ തിരക്കിയത്. വേഗം ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ല്. പിന്നെ മോളെ ആൾ ഉഷാറാണ് കേട്ടോ. ഉമ്മാനെ ഇത്രയും കെയർ ചെയ്തത് കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതായി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി. ഞാൻ വേഗം ഉമ്മാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഉമ്മ കുട്ടിയെ കാണിച്ചു. എനിക്ക് കുറെ ഉമ്മയും തന്നു. എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച വേറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്.